നൈജീരിയയിലെ ഔജി രൂപതയുടെ കീഴിലുള്ള അമലോത്ഭവമാതാ സെമിനാരിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകപ്പെട്ട 3 സെമിനാരി വിദ്യാർത്ഥികളിൽ ഒരാൾ കൊല്ലപ്പെട്ടു. 2 സെമിനാരി അംഗങ്ങൾ സ്വതന്ത്രരാക്കപ്പെട്ടു. കഴിഞ്ഞ ജൂലൈ മാസത്തിൽ എഡോ സംസ്ഥാനത്തുള്ള എവിയാനോക് പൊടിയിലുള്ള അമലോത്ഭവമാതാ സെമിനാരിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകപ്പെട്ട എമ്മാനുവേൽ അലാബി എന്ന സെമിനാരി വിദ്യാർത്ഥിയാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടതെന്ന് ഏജൻസിയ ഫിഡസ് റിപ്പോർട്ട് ചെയ്യുന്നു. ജൂലൈ 10 രാത്രിയാണ് സായുധ സംഘം അമലോത്ഭവമാതാ സെമിനാരി ആക്രമിച്ച് സെമിനാരി വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോയത്. ജൂലൈ 18 ജാഫെറ്റ് ജസെ എന്ന സെമിനാരി വിദ്യാർത്ഥി സ്വതന്ത്രനാക്കപ്പെട്ടിരുന്നു. ഇതിനിടെ ക്രിസ്റ്റഫർ അവനേഗിയമെ എന്ന സെക്യൂരിറ്റി ജീവനക്കാരനും കൊല്ലപ്പെട്ടിരുന്നു. നവംബർ 4 ജോഷുവ അലയൊബെ എന്ന വൈദിക വിദ്യാർത്ഥിയും സ്വാതന്ത്ര്യം നേടി. ഇതിനിടെയാണ് തടവിലായിരുന്ന മറ്റൊരു വൈദിക വിദ്യാർത്ഥി കൊല്ലപ്പെട്ട വിവരം പുറത്തുവരുന്നത്. യുവ വൈദിക വിദ്യാർത്ഥിയുടെ ദുരന്തത്തിൽ ഔജി രൂപത ബിഷപ്പ് ഗബ്രിയേൽ ഗ്യാക്കോമോ ദുനിയ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. സുരക്ഷാ സംവിധാനങ്ങളുടെ പരാജയത്തിൽ ബിഷപ്പ് ദുനിയ രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തി. രാജ്യത്തെ സുരക്ഷാ മേഖല ദുർബലമാക്കുന്നതിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് അലംഭാവം വ്യക്തമാണ്. 2027 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ മോഹങ്ങളെക്കാൾ ജനങ്ങളുടെ സുരക്ഷയ്ക്കും നന്മയ്ക്കും മുൻഗണന നൽകണം. ബിഷപ്പ് ദുനിയ ശക്തമായി ആവശ്യപ്പെട്ടു. ആളുകളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ബിഷപ്പ് സുരക്ഷാ സേനകളോട് അഭ്യർത്ഥിച്ചു. നൈജീരിയൻ ക്രൈസ്തവ സമൂഹത്തിൽ തുടരുന്ന അരക്ഷിതാവസ്ഥയുടെ മറ്റൊരു ദുരന്തസാക്ഷ്യമായി ഈ സംഭവം മാറുകയാണ്.